ഒത്തിരി നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. സിസ്റ്റേഴ്സായാലും അച്ഛന്മാരായാലും ജീവിക്കുന്നതൊക്കെ നിങ്ങളെ പോലെയുള്ള എല്ലാവരെയും പോലെയുള്ള പച്ചയായ മാംസവും രക്തവും ഒക്കെ ഉള്ളവരുടെ കൂടെ തന്നെയാണ്. അത്യാവശ്യം പരസ്പരം കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ സാധാരണ ഈ ജീവിതത്തിലൊക്കെ ഉള്ളതാണ്. അവിടെയും ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഏകപ്രാസി ജീവിച്ചിരുന്ന ആ സമൂഹത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല വിധത്തിലുള്ള വേദനകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഏകപ്രാസി ജീവിതത്തിൽ ഓർത്തിട്ടില്ല. അതിനെയൊക്കെ മറന്നുകൊണ്ട് അവരുടെ നന്മകളെ സ്വീകരിക്കാനാണ് വിശുദ്ധ ഏകപ്രാസ്യ അവൾ മിടുക്ക് കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയാക്കി എടുക്കുക. എന്താ? മരിച്ചാലും മറക്കില്ല എന്നതാ? അപരനെ കുറിച്ച്, അവന്റെ നന്മയെ കുറിച്ച്, അവന്റെ ജീവിതത്തെ കുറിച്ച്, അവൻ നമ്മോട് കാണിച്ച സ്നേഹത്തെ കുറിച്ച്, അങ്ങനെയുള്ള നന്ദി നിറഞ്ഞൊരു ജീവിതമാകട്ടെ നമ്മുടെ ജീവിതം. അല്ലാതെ മറ്റുള്ളവനേൽപ്പിച്ച മുറിവിനെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചുള്ളത് വിഷമതകളെ കുറിച്ചല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മറക്കാതിരിക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ ജീവിച്ച ഒരു വിശുദ്ധ നമ്മുടെ മുൻപിൽ മാതൃകയായിട്ടിരിക്കുകയാണ്. മരിച്ചാലും മറക്കില്ല. രണ്ടാമതായിട്ട് ഈ വിശുദ്ധ ജീവിച്ച് അവൾ മരിച്ചു പോയപ്പോ മരണമടഞ്ഞു. ഒത്തിരി കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ ഒക്കെ ഈ പുണ്യവതി കടന്നുപോയിട്ടുണ്ട്. അവിടെയൊന്നും ഈ പുണ്യവതി വിഷമിച്ചതായിട്ടോ വേദനിച്ചതായിട്ടൊന്നും അവളുടെ ജീവചരിത്രത്തിൽ പറയുന്നില്ല. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കൃപ അവൾ സ്വീകരിച്ചത് എവിടെ നിന്നാ? ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാരുണ്യനാഥനിൽ നിന്ന്, ഈശോയിൽ നിന്ന് അവൾ കൃപ സ്വീകരിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ, സഹനങ്ങളെ, വേദനകളെ, രോഗങ്ങളെയൊക്കെ അവൾ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. അപരന്റെ വേദനകളെയും വിഷമതകളെയും ഒക്കെ അവൾ ഏറ്റെടുത്തു. എങ്ങനെയാ? ഈ വിശുദ്ധ ബലിയിൽ നിന്ന്, തമ്പുരാൻ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് അവൾ ഏറ്റെടുത്തു. ഇന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇങ്ങനെ ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടോ? എന്റെ കുടുംബത്തിന്റെ അസ്വസ്ഥതകള്, എന്റെ ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങള്, എന്റെ മക്കളുടെ പ്രതിസന്ധികള്, ജീവിതത്തിന്റെ കടബാധ്യതകള്, രോഗാവസ്ഥകള് ഏറ്റെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ഇതാണ് മാതൃക ഏവുപ്രാസ്യ.